നമ്മളീ മലയാളികൾ ഭയങ്കര പിശുക്കന്മാരാണെന്നാണ് പറയാറ്. കുറേ കാശൊക്കെ മുടക്കി നമ്മൾ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ പിടിച്ച് ലേയിലും ലഡാക്കിലും കറങ്ങാൻ പോകും. അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരു ട്രഡീഷണൽ ഡാൻസ് കാണാൻ ചിലപ്പോൾ നമ്മളൊന്നും മടിക്കും. എന്തേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ നുബ്ര വാലിയിൽ നമ്മൾ പോകുമ്പോൾ മറക്കാതെ പോയി കാണേണ്ട ഒരു സാധനമാണ് അവിടുത്തെ ഹുന്ദർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ സ്ത്രീകൾ നടത്തുന്ന ഒരു ട്രഡീഷണൽ ഡാൻസ്. അവിടെ നമുക്ക് കാണാൻ പറ്റും. കാര്യം അവിടുത്തെ സ്ത്രീകൾക്ക് ഒരു വരുമാനവും കൂടിയാണത്. അപ്പോൾ നമ്മളായിട്ട് ഒരു 100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തെന്ന് വെച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല. അവർക്കാണെങ്കിൽ ഒരു വരുമാനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 1 മണിക്കൂറാണ് ഈ ഡാൻസ് നടക്കുന്നത്. അതിൽ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഡാൻസ് അവർ കളിച്ച് കാണിക്കും. ഈ ഡാൻസുകളിലുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കും അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റും. ഞാൻ എന്തായാലും അവരുടെ ഒപ്പം കളിച്ചു. സംഭവം കിടുക്കനായിരുന്നു. കാര്യം അവരുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പം നമുക്കതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്നത് കിടിലനായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവിടുത്തെ ഡാൻസുകളെ കുറിച്ചും കൂടി അങ്ങ് പറഞ്ഞേക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു 4 തരത്തിലുള്ള ഡാൻസുകളാണ്. അപ്പോൾ അതിനകത്തൊന്ന് ഒരു ഷൊണ്ടോൾ എന്ന് പറയുന്ന ഒരു ഡാൻസാണ്. അത് ലേ പാലസിലാണ് നടക്കുന്നത്. ലോസർ ഫെസ്റ്റിവലിൻ്റെ അവസാന ദിവസമായിട്ടാണ് ഈ ഡാൻസ് നടക്കുന്നത്. അപ്പോൾ ന്യൂ ഇയർ ദിവസം എക്സ്ക്ലൂസീവായിട്ടാണ് അവർ ഈ ഡാൻസ് നടത്തുന്നത്. അപ്പോൾ ഈ ഡാൻസിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പറയുന്നത് ഷൊണ്ടോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് ദ ലൈൻ എന്നാണ് അർത്ഥം. അതായത് പാട്ടിൻ്റെ താളത്തിനൊപ്പം സ്റ്റെപ്പ് വയ്ക്കുന്നത് പുറകോട്ടായിരിക്കും. ബാക്കിയുള്ള നൃത്തത്തിലൊക്കെ, അതായത് ഇവർ കളിക്കുന്ന ബാക്കി ഡാൻസിലൊക്കെ സ്റ്റെപ്പ് വലത്തോട്ടോ ഇടത്തോട്ടോ ആയിരിക്കും വയ്ക്കുക. പക്ഷേ ഈ ഒരു ഡാൻസിൽ സ്റ്റെപ്പ് വയ്ക്കുന്നത് പുറകോട്ടായിരിക്കും. അങ്ങനെ ഈ ഒരു ഡാൻസിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെയുള്ളൊരു ഡാൻസ് എന്ന് പറഞ്ഞാൽ മെൻടോക് സ്റ്റാമോ അല്ലെങ്കിൽ പൂക്കളുടെ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയും. അപ്പം നുബ്ര വാലിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ പ്രശസ്തമായിട്ടുള്ളൊരു ഡാൻസാണ് ഈ മെൻടോക് സ്റ്റാമോ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് കൗമാരക്കാരായ പിള്ളേർ അവിടെ നിന്ന് ഇറങ്ങി കാട്ടുപൂക്കൾ പറിച്ചു കൊണ്ടുവരും. എന്നിട്ട് വൈകിട്ടാവുമ്പോഴേക്കും ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി ഈ പൂക്കൾ ബുദ്ധ ക്ഷേത്രങ്ങളിൽ കൊടുത്തിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്ന ഈ ഡാൻസാണ് മെൻടോക്ക്. അത് കാണാൻ ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. ചങ്താങ് ഡാൻസ് അല്ലെങ്കിൽ ജാബ്രോ എന്ന് പറയും. ചങ്താങ് വാലിയിലുള്ള നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാർ കളിക്കുന്ന ഒരു ഡാൻസാണിത്. അപ്പോൾ ഈ ഡാൻസിൽ ഭയങ്കര എനർജി ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര എനർജിയും ആവശ്യമാണ്, ഭയങ്കര കളർഫുള്ളും ആയിരിക്കും ഈ ജാബ്രോ എന്ന് പറയുന്ന ചങ്താങ് വാലിയിൽ നടക്കുന്ന ഈ ഒരു ഡാൻസ്. പിന്നെ ഇവർ കളിക്കുന്നതാണ് സംസ്കാരി ഡാൻസ്. അപ്പോൾ ലഡാക്കിൻ്റെ തെക്ക് ഭാഗത്തുള്ള സംസ്കാർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ജനങ്ങൾ സ്വന്തം ഭൂമിക്കും പിന്നെ അവർ ഉപയോഗിക്കുന്ന യാക്ക്, ആട്, മലകൾ, പുഴകൾ ഇതിനൊക്കെ വേണ്ടി ഇവർ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു നൃത്തമാണ് സംസ്കാരി ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കാണാം. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ലഡാക്കിലെ പിള്ളേർ സിനിമാ പാട്ടും ഒക്കെ ആയിട്ട് കളിക്കുന്ന ഒരു ഡാൻസും കൂടി അവർ അവസാനം വയ്ക്കും. അതിൽ നമുക്കൊക്കെ കയറി പങ്കെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 100 രൂപ നമുക്ക് ഒട്ടും തന്നെ നഷ്ടമല്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നത് കേൾക്കാനും പിന്നെ അവരുടെ ആ ഒരു കൊട്ടുന്ന സ്റ്റൈലും അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഡിഫറെൻ്റാണ്. അതൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി കണ്ടാൽ കിടിലനായിരിക്കും.